നമ്മളിപ്പോൾ കളരിക്കാരെല്ലാവരും മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഈ വെറുങ്കൈ എന്ന് പറയുന്നത് പൊതുവായിട്ട് എന്താണെന്നുള്ളത് പൊതുജനത്തിലേക്ക് എത്തിയിട്ടുമില്ല കളരിപ്പയറ്റിൽ. അത് ഈ എന്തുകൊണ്ടാണ് ഫൈറ്റിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ വരാത്തത് എന്നൊക്കെ. അത് നമ്മൾ എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് കൂടി ഇവിടെ പറയുകയാണ്. അതിൽ കൂടുതൽ പ്രസക്തമായ ഒരു കാര്യം പറയാം. അതായത് കാലുയർത്തിപ്പയറ്റ്, അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗത്താണ് ഈ അറപ്പുകൈ സമ്പ്രദായം അല്ലെങ്കിൽ കളരിപ്പയറ്റിലെ വടക്കൻ സമ്പ്രദായത്തിൽ തുടങ്ങുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതിന് ഫ്ലെക്സിബിലിറ്റി, അതായത് മെയ്വഴക്കം, കരുത്ത്, ലിഗ്മെൻസിൻ്റെ കരുത്ത്, ഇതെല്ലാം അതിന് പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇതെല്ലാം മറ്റ് മാർഷൽ ആർട്ട് ചെയ്യുന്നവർക്കും ഉണ്ട്, അതുപോലെ തന്നെ ജിമ്മ് ചെയ്ത് യോഗ ചെയ്യുന്നവർക്കും ഉണ്ട്. പക്ഷേ കളരിപ്പയറ്റിൽ അതിന് ബാലൻസിങ്ങിന് കൂടുതൽ, തുലനതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ അത് അറ്റാക്കിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത്. അത് ഒരു നേർകാൽ എന്ന് പറയുന്ന കാലിലാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ വലത്ത് നേരെ എടുത്ത്, ഇടത്ത് നേരെ എടുത്ത്, വലത്ത് വീത്, ഇടത്ത് വീത്, തിരിഞ്ഞിങ്ങോട്ട് നിന്ന് വലത്ത് ഇടത്തോട്ട്, ഇടത്ത് വലത്തോട്ട്, വലത്ത് നേരെ എടുത്തിരുത്തി, നിവർന്ന് ഇടത്ത് നേരെ എടുത്തിരുത്തി, മലർന്ന് തിരിച്ചിരുത്തി, കൈ വീത് പകർന്നിരുത്തി. ഇത്രയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അതായത് മെയ്വഴക്കത്തിന് ഇവിടെ ഹിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇരുത്തിക്കാലെന്ന് പറഞ്ഞ ആ കാല് പറഞ്ഞപ്പം അവിടെ നിന്നുള്ള ആ എഴുന്നേൽപ്പിന് കാലിൻ്റെ എല്ലാ മസിൽസിനും ബലം കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സർസൈസ് ചെയ്ത് മെയ് ഒരുക്കം നടത്തിയതിന് ശേഷം നമ്മൾ അടുത്തതായ കോൽത്താരിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിൽ ഈ കാലെടുപ്പിൽ ഇത് കാല് നേരെ എടുക്കുമ്പോൾ വലത്ത് നേരെ എടുത്ത്, അല്ലേ, വലത്ത് നേരെ എടുത്ത്, ഓക്കെ, ഇതൊരു കിക്കല്ല, ഇതൊരു എക്സർസൈസ് മാത്രമാണ്. ഇതെങ്ങനെയാണ് ഒരു ചവിട്ടാകുന്നത്? ഇത് കാലുയർത്തൽ എന്ന് പറയുന്നതാണ്. കാലെടുപ്പ് എന്ന് നമ്മൾ കാലെടുത്തെന്ന് തന്നെയാണ് ഇവിടെ പറയാറ്. പക്ഷേ വടക്കോട്ട് കാലെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് അറ്റാക്കാണ്, അതൊരു അർത്ഥം വേറെയാണ്. അപ്പോൾ ഈ അർത്ഥം എപ്പോഴും ഉള്ളിൽ ആയിരിക്കും, അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉള്ളിൽ എടുക്കുന്നത്. ഇപ്പോൾ നീ ഡെയിലി 1, 2, 3 എന്ന് പറഞ്ഞ് ചവിട്ടി പഠിക്കുന്നൊന്നുമില്ലല്ലോ. ഇല്ല. കൈയൊന്നിങ്ങനെ വെച്ചോ, ഒരു കാലെടുപ്പ്, ഒരു നേരെ ഒരു ചവിട്ട്, ഒന്ന് ആ ഒരു കൈ വെച്ചെടുത്ത് ഒന്ന് കൊടുത്തു. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറ്റിയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ കൈവച്ചത്. ഒരു ചവിട്ട്. അപ്പോൾ അത് ആണ് അത്രയും പോയി അങ്ങോട്ട്, അല്ലേ. ഇതൊരു കാലെടുപ്പാണ് ഇതിൻ്റെ. ഇനി വീതുകാലിൻ്റെ ഒരു കാലെടുപ്പ്, കൈ ഒന്നിങ്ങനെ വെച്ചാൽ മതി, അടിച്ചെടുത്ത് പുറം. അതാണ് ഇത്. ഇനി ഒന്ന് തൊട്ടെടുത്ത് ഇവൻ്റെ ഫേസിൽ എടുത്ത്. ഇനി നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതാണ് കളരിപ്പയറ്റിനെ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു കാര്യം. കളരിപ്പയറ്റിനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു കാര്യം, ഇടത്തേതെടുത്തിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് താന്നു പൊങ്ങി അതൊന്ന് ചെയ്ത്, ഇടത്തെടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. ഇനി പതുക്കെ താന്ന് അങ്ങോട്ട് പൊങ്ങി ഇടത്ത് ചാടിക്കെട്ടി, ഇനി പുറകോട്ട് വന്ന് ഇവിടെ വന്ന് ഒന്ന് താണ് തരുത്ത്, വളരെ താണ് തരുത്ത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാഴ്ചയിൽ കാണുന്നത് കാഴ്ച, അല്ലേ. എന്നാൽ ഇതിൽ ഈ താണ് തരുത്തിൽ ഇവിടെ കയറുക. ഇതിൻ്റെ ആദ്യത്തെ ബേസായിട്ടുള്ള സാധനം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. താണുതരത്തിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഇത് അതാണ് ആദ്യം ചെയ്യുന്നത്. ഏത് മനുഷ്യനും ആദ്യം ചെയ്യുന്ന ഒരു സംഗതിയാണിത്. പക്ഷേ അത് നമ്മൾ ഏത് മനുഷ്യനിൽ നിന്നും, സാധാരണ മനുഷ്യൻ്റെ, ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ എന്താണോ അവൻ്റെ മാനുഷികമായ ത്വര, അതിൽ നിന്ന് എടുത്തതാണ് കളരിപ്പയറ്റ് മൂവ്മെൻറ്റ്. അപ്പം ഞാനിപ്പോൾ ഇടിക്കാൻ പോകുന്നതിന് തടുക്കുമല്ലേ. ഈ തെരുത്തിൻ്റെ ഭാഗത്തിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നീ തടുത്താൽ മതി. ഇതാ. അപ്പം ഇതിൽ നിന്നാണ് തെരുത്തിൻ്റെ ഫസ്റ്റ് വരുന്നത്. ഇനി ആ താന്ന് തെരുത്ത് പുറകോട്ട് ആഞ്ഞ്, അല്ലേ, കണ്ടോ. ഇപ്പോൾ അവൻ അവിടുന്ന് പുറകോട്ട് പോയി. ഇതാണ് ഇതിൻ്റെ വേറൊരു കാര്യം പറയുന്നത്. അവിടുന്ന് താന്നിട്ട് വന്ന് ഇത് താഴ്ന്ന്, ഇതിവൻ സ്ലോ ചെയ്തത് ഇവൻ സ്പീഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏറ്റവും സ്ലോ ആയിട്ട് ഇപ്പം കാല് പൊക്കി പിടിച്ചത് കണ്ടില്ലേ. അപ്പോൾ ആ പൊക്കി പിടിച്ച കാല് അങ്ങനെ പൊക്കി പിടിക്കാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ സ്പീഡിൽ അത് അടിക്കാനും പറ്റുമെന്ന് ഇപ്പോൾ കാണിച്ച്.
ഇതിൽ നിന്നാണ് നമ്മൾ കോൽത്താരിയിലേക്ക് പോകുന്നത്. ഇനി വെട്ടി ഒന്ന് അണച്ച് മുച്ചാൻ വെട്ടി അണച്ച് മുച്ചാനെടുത്ത് ചെറുപടി മുച്ചാനെന്നൊക്കെ പറയുന്നതിന് കുറച്ച് ചെയ്താൽ മതി. ഒന്ന് അതിൻ്റെ കാലിൻ്റെ സ്പീഡ് കൈയുടെ സ്പീഡൊന്ന് കാണാൻ വേണ്ടി. മതി 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 മതി. ഇനി ഇത് നിങ്ങൾ രണ്ടുപേരും ഒന്നും ഇങ്ങോട്ട് വന്നേ. പെൺകുട്ടികൾ എങ്ങനെ ഇത് ചെയ്യുന്നൊന്നും കാണണമല്ലോ. സെൽഫ് ഡിഫെൻസ് ഇപ്പോൾ പെൺകുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ആ കടാരി പയറ്റല്ലേ, കടാരി പയറ്റുമല്ലോ, കടാരി പയറ്റുന്നത് കൈകൊണ്ട് പയറ്റിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കടാരി പയറ്റാം. ഓക്കെ, ഇതാണ് അപ്പോൾ മുച്ചാൻ്റെ കയ്യിലേക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ. ആ മുച്ചാൻ എത്ര സ്പീഡിലാണ് പയറ്റിയത്, എത്ര സ്പീഡിലാണ് കാല് മൂവ് ചെയ്തതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി കടാരി ഇത് പയറ്റണം. ഈ കുത്ത് വരുമ്പോൾ ഇത് കണ്ടോ, ഇവന് ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടിയാൽ ഈ കുത്ത് ഇത്രയും വരും. അപ്പോൾ നമ്മൾ കുറച്ച് തെന്നി ഒന്ന് പുറകോട്ട് മാറിയിട്ട് തട്ടണം. മാത്രമല്ല ഇങ്ങനെ പാറൽ നിൽക്കരുത്, കുത്ത് കയറാൻ എളുപ്പമുണ്ട്. കുറച്ച് അകത്തോട്ട് മാറി തട്ട്, ഒരു കുത്ത് മാത്രം കുത്തിക്ക്. യെസ്, അതാ. അപ്പോൾ അവിടെയാണ് ആ മാറ്റം വരുന്നത്, ഒഴിവ് വരുന്നത്. ഇത് നിങ്ങൾ എല്ലാ എല്ലാ പിന്നെ സ്പീഡിലുള്ള പഞ്ചസ് എന്ന് പറയും, ID അതുപോലെയുള്ള അറ്റാക്സുകൾ എല്ലാം നമ്മൾ ബ്ലോക്കിൽ കയ്യിൽ നിൽക്കില്ലത്. അതിനാണ് കളരിപ്പയറ്റിൽ ഒഴിവ് എന്ന് പറയുന്നത്. മാറ്റം, ഒഴിവ്, നിരങ്ങി മാറ്റം, പിന്നെ ചാടി മാറ്റം, തട്ടി മാറ്റം, ചുവട് മാറ്റം എന്നൊക്കെ പറയുന്ന മാറ്റങ്ങൾ, ഒഴിവുകളെല്ലാം അതിലാണ് വരുന്നത്. ഇപ്പോൾ കടാരിയിലോട്ട് വരുമ്പോഴുള്ള ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഭയം മാറി. ഇത് വടിയിൽ നിന്ന് ഇതിലേക്ക് പോകുമ്പോൾ എന്താ, ഇത് കൊണ്ടാ മുറിയും, ചോര വരും. അപ്പോൾ അതാണ് ഇവിടെ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ പയറ്റിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും കടാരി തമ്മി കൂട്ടിമുട്ടിച്ചല്ല, വെട്ട് ശരീരത്തിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ഇപ്പം ഇത് കാല് ചുവട് മാറുന്നത് കൊണ്ട് അവൻ്റെ ബോഡി മാറി അവിടെ. അതാണ് അവിടെ നിന്ന് നടക്കുകയാണെങ്കിലോ അപ്പോൾ അതവിടെ വെച്ചിട്ട് അങ്ങനെ തന്നെ വെട്ടിപ്പടിക്കണം, തലയ്ക്ക് തന്നെ വെട്ടിപ്പടിക്കണം. കൊണ്ട് ചോര വന്നാൽ വന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഈ രക്തം മണ്ണിൽ ഉറ്റി വീണ് നമ്മൾ ബോധമുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആയുധം പൂത്രയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ തൊട്ടിട്ട് വേണം നമ്മൾ നിർത്താൻ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ 4 കരുത്തുകളിലെ ചങ്കൂറ്റം, മനക്കരുത്ത് എന്ന് പറയുന്ന സാധനം വരുന്നത് ഇവിടെയാണ്. ഇനി ഇത് കഴിഞ്ഞ് എന്തെടുക്കുന്നത്? വാള്, പിന്നെ ഉറുമി. എന്നാൾ പറഞ്ഞ പോലെ എങ്ങനെ പയറ്റിയാലും അത് പരിക്ക് പറ്റും. നന്നായിട്ട് പയറ്റിയ അകന്ന് നിന്ന് വീശി കളിക്കാൻ എളുപ്പമാണ്. അതല്ല ചെയ്യേണ്ടത്, ശരിക്ക് പയറ്റണം. ആ ഉറുമി, ആ 4 കരുത്തിൽ ആയുധക്കരുത്ത് എന്ന് പറയുന്നത് പൊട്ടാത്ത ഉറുമിയായിരിക്കണം. അത് എയറിൽ വീശുമ്പോൾ വാള് പോലെ നിവർന്നിരിക്കണം. കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മസിൽസ് ഒന്നും ആയിരിക്കില്ല, നിങ്ങളുടെ വെയിനും ആർട്ടറിയാണ് ഉറുമിയിൽ. അപ്പോൾ അത് വളരെ ഭീകരമായൊരു സാധനമാണ്. അതിലാണ് നമ്മൾ ഇവിടെ തീർക്കുന്നത്. പക്ഷേ മറപിടിച്ചു കുന്തം എന്ന് പറയുന്ന മറ്റൊരു ആയുധമുണ്ട്, ഒറ്റയുണ്ട്. ഒറ്റയൊക്കെ പയറ്റുമ്പോൾ താന്ന് പയറ്റുമ്പോൾ ഒറ്റ വേണ്ട, അതിങ്ങനെ ഒറ്റയിൽ തെറിക്കുന്ന പോലെ കാണിച്ച്. ഇത് ഒറ്റയല്ല, മുച്ചാണാണ്, എന്നാലും ഇങ്ങനെ തിരിക്കുന്ന പോലെ കാണിച്ച്. ഇത് കുറുകത്തെരുത്ത് എന്നുള്ള ഒരു സാധനം ഒന്ന് ചെയ്ത് തന്നെ. ഇത് കണ്ടോ, ഇവിടം അത് ഇങ്ങനെ തെരുത്ത്. പക്ഷേ ഇത് നേരെ ആയതുകൊണ്ട്, നേർരേഖയിലായതുകൊണ്ട് കുത്തിയാൽ ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊള്ളുകയില്ല. മറ്റേതിനൊരു വളമുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊള്ളുന്നത്. അപ്പോൾ അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ലെന്ന്. അപ്പോൾ നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം മർമ്മം എന്ന് പറയുന്ന അനാട്ടമിക്കലി അത് സ്ഥാനങ്ങൾ തന്നെയാണ്. അത് എയ്തർ ഹാർട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഏറ്റവും നമുക്ക് അപകടകരമായ സ്ഥാനത്ത് പറ്റത്തക്ക രീതിയിൽ തന്നെയായിരിക്കും അതിൻ്റെ പിടുത്തം. അത് വരുന്നത് അത് കൈകൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അവർ ചെയ്യുക. അപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അഭ്യാസിയെ പുറത്തോട്ടെടുത്താൽ അത് വെറുകയായി കളരിപ്പയറ്റിൽ.
ഇതാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ കാലുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, കാലിൻ്റെ ബാലൻസിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. യെസ്, എക്സാക്ട്ലി. അപ്പോൾ ഇതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഞാൻ പറഞ്ഞ ഇപ്പോൾ തെങ്ങ് കയറ്റക്കാരനോ അല്ലെ ഒരു സ്വിം ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഇതെല്ലാം എല്ലാ പിന്നെ ചിലപ്പോൾ ഫ്ലെക്സിബിലിറ്റി, ഒരു ജിംനാസ്റ്റിക്സിന് ഇതിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കാണും, പക്ഷേ ബാലൻസിങ്ങും കാണും. പക്ഷേ അവർക്ക് എന്തായിരിക്കും ഇല്ലാത്തതെന്ന് പറയാമോ? ടെക്നിക്കലായിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ അഭ്യാസത്തിലെ ടെക്നിക്കൽ, വെറുങ്കൈ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ ടെക്നിക്കലായിട്ടുള്ള സംഗതി ഉണ്ടാവില്ല അവർക്ക്. ഒന്ന് വെട്ടി തന്നെ. ഇപ്പം ഇതെന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വീണേ? എണീറ്റ് പോര്. അപ്പോൾ ഇത് സാധാരണക്കാരൻ വെട്ടുന്നത് പുറകിൽ നിന്ന് ഓങ്ങിയെടുത്താണ് വെട്ടുന്നത്. ഇത് വെട്ടാന്നുള്ളത് എനിക്ക് കണ്ടറിയാം. അതേസമയം നാലും കൊത്തി കയറി എന്ന് പറയുന്ന സാധനമുണ്ട് ഇവർക്ക്. ഇതിൽ ഒന്ന് അത് നാലും കൊത്തി എല്ലാവരും ഓതിര ഉളവ് നാലും കൊത്തി കയറും. നാലും കൊത്തി കയറി ടക്ക് 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 ടക്ക്. ഈ സാധനം വന്നാൽ പുറകോട്ട് മാറുന്ന രക്ഷയുള്ളൂ. ഇപ്പോൾ നീ വെട്ട് ഇങ്ങനെയാണ് വെട്ടുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ കൈ എവിടെ നിൽക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ പോയി ഇതാണ് പോകുന്നതെങ്കിൽ നീ പുറകോട്ട് മാറാതെ രക്ഷയില്ല. അല്ലെ ബ്ലോക്ക് ചെയ്യണം. അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കടാ. യെസ്. അപ്പം ഓക്കെ. അപ്പോൾ ഈ ഒറ്റപ്പയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നീ ഇങ്ങനെയാണ് പിടിക്കുന്നല്ലേ? ഇങ്ങനെ സാറിന് ഒരു വടി കിട്ടിയാൽ ആരും പിടിക്കാറില്ല, ഇങ്ങനെ പിടിക്കുള്ളൂ. നിനക്ക് ഇത് വെച്ച് സാധാരണ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ ചറവറ അടിക്കുക, പക്ഷേ ഇതോ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ മർമ്മസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത് പോകുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ ഒറ്റ വയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനായിരിക്കും അപകടം പറ്റുന്നത്. പക്ഷേ ഇവൻ ഗുരുസ്ഥാനീയനാണ്, മുൻകോൽക്കാരനാണ്. ഇവൻ്റെ വടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അങ്ങനെ പിടിക്കാവുള്ളൂ. ഇത്തരം ഈ സ്ട്രൈറ്റ് വടി കൊണ്ട് തന്നെയാണ് സാധാരണ എല്ലാവരും അടി. ഇത് നിൻ്റെ കയ്യിൽ കിട്ടിയാലും പെട്ടെന്ന് നിനക്ക് തോന്നുന്നത് തിരിച്ചു പിടിച്ചടിക്കാനും തടുക്കാനുമാണ്. പക്ഷേ ഇത് പയറ്റി വരുമ്പോൾ അറിയാം നിൻ്റെ കൈക്കും നിൻ്റെ ശരീരത്തിനും അത് സ്വാംശീകരിച്ച് നിന്നിലേക്ക് വെറുങ്കയും മറ്റു കൈകളും എന്തും നിന്നിലേക്ക് വരുന്ന ഒരു പയറ്റാണ് ഒറ്റപ്പയറ്റ്. കളരിപ്പയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറാൻ ഇനിയും പല കാരണങ്ങളുണ്ട്. അത് മുഴുവൻ കാരണങ്ങളും ഒറ്റപ്പയറ്റിനെ സംബന്ധിച്ച് ആരും വിശദീകരിക്കാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ല. തുടങ്ങുക. ഒന്നാമത്തെ ഒറ്റ. ഇടവട്ടി കുറുകത്തെരുത്ത് വലത്തേലോതിരം ചാടി വെട്ടി. ഇടവട്ടി കുറുകത്തെരുത്ത്. ഓക്കെ, മതി. ഇവിടെ ഇടവട്ടി കുറുകത്തെരുത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താന്ന് തന്നെ വരണം. നിൻ്റെ ശരീരത്തിനൊപ്പം ഒറ്റയും താഴണം, നീ കവർ ചെയ്ത് താഴണം. ഇടവട്ടി കുറുകത്തെരുത്ത്. ഓക്കെ. ഇനി ഇവിടെ അടുത്തു വാ. ഒരു തെരുക്കലിന് ഇവൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ പോകണം. ഇത് താഴെ വരെ എവിടെ ചെല്ലുന്നതെന്ന് ഇവൻ പോലും അറിയരുത്. അങ്ങനെ പറ്റുമോ? ഒന്ന് കയറി തരുത്തേ. അതെ, അത് ഇപ്പം പതുക്കെ ചെയ്തുകൊണ്ടാണ്. ഇനി ഒറ്റയോടെ വെച്ചോ. വേറൊരാളെടുത്തേ. ഇനി നെടുകത്തെരുത്തെന്ന് പറഞ്ഞാൽ ഇവനെ കൂത്തി അങ്ങേ അറ്റത്തെത്തിക്കണം. അത് നെടുകത്തെരുത്തൊന്നൊരു വായ്ത്താരിയില്ല, നേരെ കുത്തിയൊക്കെ കയറിയാൽ മതി. തെരുത്ത് കാലേ കെട്ടിയാലിപ്പം ഒന്നൂടെ തെരുത്ത്. അപ്പം ആ നീളം പോയത് കണ്ടോ? ഇത് രണ്ടാ. മറ്റേതോ നിന്നും അവിടെ ഒന്ന് പേടിക്കണ്ട. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ കുത്തും. അപ്പം നിൻ്റെ ബോഡി കവർ ചെയ്ത് വേണം പോകാൻ, ഇല്ലെങ്കിലോ ഇവൻ നിൽക്കുക. അതോർത്തോണം. അപ്പം ആദ്യം തന്നെ ഇവിടെ കുത്തിക്കഴിഞ്ഞ് പിന്നെ അവന് നിലനിൽപ്പില്ല ഇവിടെ. പിന്നെ ഇവൻ ഈ വടിവെച്ച് മുകളിൽ നിൽക്കുന്നൊരു വിഷയം അവിടെ വരുന്നില്ല. അടുത്തത് ഒറ്റയുടെ രണ്ടാമത്തെ അറപ്പിയത്. ഒന്നാമത്തേൻ്റെ രണ്ടാമത്തെ. അതെ, ആ കുത്ത് കറക്റ്റായിട്ട് ഈ കാലിൻ്റെ ഇവിടെ വരണം. കാല് വലിച്ചോണം, ഇല്ല പിന്നെ എന്തിനാ കാലുകൊണ്ട്. കാലില്ലെങ്കിൽ ഒരു ഫൈറ്റും ചെയ്യാൻ പറ്റില്ല. ഓക്കെ.
ഇതിന് ഒറ്റയോടെ വെച്ച് ഈ 2 തട്ട് ഇങ്ങനെ ഇങ്ങനെ പോകണം. ആ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര അകലെയാക്കി ഇങ്ങനെയൊന്നും മാറണ്ട. ഇപ്പം ഇവിടുന്ന് ഈ നീട്ട് ഡയറക്റ്റ് വരും. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിന്ന് കുത്തി തന്നെ പഠിക്കണം. അത് കത്തിയാണെങ്കിലും ശരി, വാളാണെങ്കിലും ശരി, വടിയാണെങ്കിലും കൈയാണെങ്കിലും. അല്ലാതെ ഇവൻ നിൽക്കുന്നിടത്ത് ഇവിടെ കുത്തിയിട്ട് അല്ല ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പോയിരുന്ന പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തുമ്പം ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞാൽ തന്നെ ഈ കുത്തു പോയി. ആ കൂടെ എന്താ ചെയ്യുന്നത്? ഇവിടെ തട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കള്ളക്കോൽ എന്ന് പറയുന്നത് ഒറ്റയിലെ പറയുന്നത് കേട്ടിട്ടില്ല. കള്ളക്കോൽ ശരിക്ക് ഇത് ഇങ്ങോട്ട് മാറി ഇവിടെ അടിക്കുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കയറി കുത്തി വെട്ടി 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 അത് ശരി നീട്ട് ചെല്ലണം. മനസ്സിലായോ? അവൻ നിൽക്കുന്ന ആ ഭാഗത്തോട്ട് തന്നെ നീട്ടി ചെല്ലണം. അങ്ങനെ നീട്ടി പഠിച്ചാലേ ഉള്ളൂ തട്ട് പഠിക്കുകയുള്ളൂ. അത് നിൻ്റെ കയ്യിൽ ഈ കടാരി ഇല്ലെങ്കിലും നിനക്ക് ഒഴിയാനും മാറാനും ഒക്കെ പഠിക്കുന്നതും ഈ സ്റ്റെപ്പ് പെട്ടെന്ന് പുറകോട്ട് മാറാൻ പഠിക്കുന്നതും ഒക്കെ ഇതിലൂടെയാണ്. മനസ്സിലായില്ലേ? ഇത് കടാരിയായിട്ട് വരുമ്പോൾ നീ മാറുന്ന ആ സ്പീഡ് അധികമായിരിക്കും നീ ചിലപ്പോൾ വെറുകയുമായിട്ട് വരുമ്പോൾ മാറുന്നത്. കാരണം ഇത് കയറിയാലും കയറിപ്പോവുകയാണ്. അതുപോലെയല്ലേ വെട്ടി നീട്ടുന്നത്. മാത്രമല്ല ഈ ഒന്ന് വെട്ടിയണച്ച് മതി മതി. നീ കടാരിയോടെ വെച്ച് നീ കൈ കൊണ്ടൊന്ന് വെട്ടിയണച്ച്. ആ നീ വെട്ടി നീട്ടിക്ക്. ഇപ്പം കണ്ടോ? അപ്പോൾ ആ കയ്യിലേക്ക് ഇത് സ്വാംശീകരിക്കപ്പെടുക ഈ സാധനം. അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ളൊരു സാധനം എടുത്ത് നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ തടവും ഇടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഇത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ നല്ല ഫൈറ്റർ ആവുള്ളൂ. ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മലയാള വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ നല്ല പോരാളിയാകണമെങ്കിൽ ഏത് വെറുകൈ ഇത് ചെയ്യണമെങ്കിലും പ്രാപ്തമാണ് കളരിപ്പയറ്റുകാർ. ആ കളരിപ്പയറ്റുകാർ ഇതിന് പ്രാപ്തമല്ല എന്ന് ഉള്ളൊരു ധാരണ തെറ്റാണ്. ഇത് പെർഫോമിംഗ് ആർട്ടല്ലത്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ഇത്തരം കാര്യങ്ങൾ അടങ്ങി നിൽക്കുന്നുണ്ട്. അവർ റിങ്ങിലേക്ക് കയറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കയറാത്തത് കൊണ്ടാണ്. അതങ്ങനെ കയറി ശീലിക്കണം. ഇനി ഭാവിയിൽ എല്ലാ കളരിക്കാരും അങ്ങനെ തന്നെ ശീലിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ശീലിച്ച് കഴിയുമ്പോൾ ഇതിന് നിയതമായ ഒരു സിലബസോ നിയതമായ ഒരു ഓർഡറോ ഇല്ല എന്നുള്ളതാണ്. അമീബ പോലെയാണ്, അല്ലെ വെള്ളം പോലെ. ഇതെങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് മെയിനായിട്ടുള്ളത് 4 കരുത്തുകളാണ്. മനക്കരുത്ത്, അംഗക്കരുത്ത്, ആയുധക്കരുത്ത്, ഉൾക്കരുത്ത് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റാമിന കിതയ്ക്കാതിരിക്കുക. അതിനാണ് 6ാമത്തെ 7ാമത്തെയൊക്കെ മേപ്പേറ്റ്. 6ാമത്തെ 7ാമത്തെയൊക്കെ മേപ്പേറ്റ് ഫുള്ള് ചെയ്യുമോ നിങ്ങൾ? ചെയ്യില്ല. ചെയ്യണം. 45 ദിവസം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവൻ കിതയ്ക്കില്ല. അവന് പിടിച്ചു നിൽക്കാൻ പറ്റും. മനക്കരുത്ത്, ചങ്കൂറ്റം. ഇതുകൊണ്ട് വയറ്റി മുറിഞ്ഞ് ചങ്കൂറ്റം ഉണ്ടായവരത്തിന് പേടിയില്ലെങ്കിൽ അവനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. സാധാരണ കൂലിപ്പണിക്കാർ, തെങ്ങുകയറ്റക്കാർ, വള്ളപ്പണിക്കാർ ഇവർക്കൊക്കെ പേടി ഭയമൊന്നുമില്ല എങ്കിൽ അവൻ എന്തും ചെയ്യുമെങ്കിൽ അവന് മുറിവ് പറ്റിയാൽ അവന് പ്രശ്നമില്ലെങ്കിൽ അവനെ നേരിടാനും കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പക്ഷെ കളരിയിൽ നമ്മൾ പഠിക്കുന്നത് നിത്യത്തൊഴിലഭ്യാസം എന്ന് പറഞ്ഞ പോലെ അവനെ നേരിടാൻ പറ്റും. അവന് ധൈര്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സിംഹത്തിന് മുമ്പിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ധൈര്യം, അല്ലെങ്കിൽ ഒരു പട്ടി, അങ്ങനെയാണ്. അത് ചെയ്യണമെന്ന് മാത്രമേ അതിനറിയാവുള്ളൂ. ആക്ട് ചെയ്യാൻ, കടിക്കാൻ, പറിക്കാൻ. പക്ഷേ അതിനെ നേരിടാൻ, അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ വ്യക്തിയെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത്ര ഒരു നല്ല ആരോഗ്യവാനായ ഒരാൾ ധൈര്യവും കൂടി ഉണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യുന്ന ചങ്കൂറ്റമുള്ളൊരു ഗുണ്ടയാണെങ്കിൽ പക്ഷേ അവന് ഈ പറഞ്ഞ രീതിക്കുള്ള തടവോ അടിയോ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇത് കളരിപ്പയറ്റുകാർക്ക് അറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മതി 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 മതി.
കോൽത്താരിയിലെ രണ്ടാമത്തെ ഐറ്റാണല്ലോ ഈ ബുച്ചാൻ അല്ലെങ്കിൽ ചെറുവടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഈ വലിയ വടി കൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടൊക്കെ അടിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ടു തടുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്ന് അടിച്ച് കൊള്ളിക്കണമെങ്കിൽ കൊള്ളിക്കാം വലിയ വടിക്ക്. ചെറിയ വടിയുടെ പ്രത്യേകത അതല്ല. അതുമാത്രമല്ല, വലിയ വടിയിൽ 6ാമത്തെ 7ാമത്തെ റപ്പ് വരെ അവ തടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, മറ്റേ ആൾ കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക ചെയ്യുന്നത്. മാത്രമല്ല ഇതുകൊണ്ട് ആദ്യത്തെ 7 അടിയുണ്ട്. ഈ 7 അടി മാത്രം നിങ്ങൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് 21 അടി 48 അടി അങ്ങനെ ഒരു അരമണിക്കൂർ നിങ്ങൾ പയറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനകത്ത് മിക്കവാറും എല്ലാ തടയടിയും കയ്യിൽ വരും. കൈക്ക് അത്ര വേഗത വരും. ഇത് ചെറുതാണ്. ഇതുപോലുള്ളതും കൊണ്ട് ഇതിലും വലുതുകൊണ്ടും പയറ്റി പഠിക്കണം. അപ്പോൾ കൈക്കരുത്തും വരും. മനസ്സിലായില്ലേ? ഏകദേശം എല്ലാ അടികളും തടവുകളും ഇതിനകത്ത് വരുന്നുണ്ടെന്ന് അർത്ഥം. കയ്യിലേക്ക് ഇത് വരും. ഓക്കെ, അങ്ങനെ പയറ്റണം. കോല് നിലത്ത് കുത്തി അവിടെ നിർത്തിയെന്ന് അർത്ഥം. മനസ്സിലായോ? ഇങ്ങനെ കറക്കുന്നത് എന്തിനാ? ഇങ്ങനെ കറക്കിയിട്ടല്ലേ നിലത്തോട്ട്. ഇപ്പം ഇത് തന്നെ അടി എന്ന് പറയും. ഈ വടി ഇവിടെ വെച്ചു, ഇത് കണ്ടോ? ഇത് റിസ്റ്റ് മാത്രം ഉപയോഗിച്ച് ഉള്ള അടിയായി ഈ പിച്ചാണ്ട്. ഇതോ റിസ്റ്റും എൽബോയും ഉപയോഗിച്ച്, റിസ്റ്റും എൽബോയും ഡെൽറ്റോയിഡും കൂടെ ഉപയോഗിച്ച്. മനസ്സിലായോ? ഇതിനകത്ത് 4 കുത്തിക്കേറി എന്ന് പറയും. കുത്തിക്കേറിയല്ല, കൊത്തിക്കേറിയ. ഇതാ കൊത്ത്. ഒരു സെക്കൻഡിൽ 4 അടി വരും. മനസ്സിലായി? അങ്ങനെ അടിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ബോഡി മൊത്തം മൂവ് ചെയ്തിട്ടും അടിക്കാം ഇതിൽ. പിന്നെ ഈ അടി ഇങ്ങനെയും വരും. അതാണ് ഈ കറക്കും. പിന്നെ പറ്റുന്നുണ്ട്, മുച്ചാൻ നിലത്ത് തൊട്ടിട്ടാണ് നമ്മൾ പയറ്റാൻ തുടങ്ങുന്നത് അല്ലേ? സാറിന് ഇത് നിലത്ത് ആയുധത്തിൻ്റെ മുന തൊട്ടാൽ അവിടെ നിർത്തിയെന്നർത്ഥം. ഇതിവിടെ തൊട്ടിട്ട് തുടങ്ങുക. ഇതെന്തിനാണ് തൊട്ടിട്ട് തുടങ്ങുന്ന? ഇവിടെ അടിച്ച് ഭൂമിയിൽ നിന്നുള്ള ബലം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ്. മനസ്സിലായോ? അത് താളത്തിയിട്ട് അടിച്ച് ഇങ്ങനെ വരും. എല്ലാവരും നിലത്ത് തൊട്ടിട്ട് തൊടുന്ന അതല്ല. അതേറ്റവും അവസാനം ആയുധം നിലത്ത് കുത്തിയാൽ ഞാൻ നിർത്തി, കീഴടങ്ങി. അപ്പോൾ അങ്ങനെ ആയുർവേദവും കളരിപ്പയറ്റും കളരി മുറകളുമൊക്കെ വളരെ വിശദമായി നമുക്ക് മനസ്സിലായി. വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ്. നമ്മുടെ കടുത്തുരുത്തിയിലെ CVN കളരിയിലെ ഡോക്ടർ ഷാജി ഗുരുക്കളിൻ്റെ പോരാളികൾക്കും പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാർ ചങ്ങനാശ്ശേരി.